ഹലോ ഡിയേഴ്സ്. അപ്പോൾ അതേ രാത്രി 10:30 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഒരു അടിപൊളി കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വേപ്പില, ഇത്രയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് 2ആക്കി കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിലും ഇങ്ങനെ ചതച്ചിടുന്നതിനാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ കക്ക ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. സാധാരണ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി ആ വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടാവുന്ന സമയത്താണ് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നാക്കി എടുക്കുന്നത്, അരിഞ്ഞൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് പണികൾ തരും. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ചീനിച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ്. ഓയിലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ലോണം റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ട് വരണം കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ വരണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചേടാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഈ പെണ്ണ് വല്ല നട്ടഭ്രാന്തമുണ്ടോ, രാത്രി 10:30 മണിയാകുമ്പോഴാണോ കക്ക റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതെന്ന്? അങ്ങനെയൊന്നല്ല കേട്ടോ. ചേട്ടായിക്ക് വെളുപ്പിന് 6 മണിയാകുമ്പോഴത്തേക്കും ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാനൊരു 4:30 കഴിയുമ്പോൾ ഒരു 5-നുള്ളിലൊക്കെ എഴുന്നേക്കും കേട്ടോ. ഇൻ കേസ് നമ്മളൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ചടപടയാന്നായിരിക്കും, സമയം പോകും, പണികളൊന്നും നീങ്ങില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ തലേ ദിവസം എന്തെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ 9:30 മണി വരെ കറണ്ട് ഇല്ലായിരുന്നു നമുക്ക്, അതുകൊണ്ട് നമ്മുടെ പണികളൊന്നും നടന്നില്ല. പിന്നെ 10:30 മണിക്ക് വെച്ചല്ലേ പറ്റുള്ളൂ. അതാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ സവാളയൊക്കെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടാനും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനുമാണേ. സവാള നല്ലോണം മുരിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മൂപ്പിക്കണം. ഒരു പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നല്ലോണം മൂപ്പിക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഈസ്റ്ററിൻ്റെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 ടീസ്പൂൺ. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയ്ക്ക് അത്യാവശ്യം എരിവുണ്ട്. ഇപ്പോൾ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 2 ചെറിയ സ്പൂണാണ്, ഏകദേശം 1 ടീസ്പൂണോളം വരും അത്. അതിൽ കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗരം മസാലയിൽ. ഇനി നമുക്ക് കക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. കക്ക ചേർത്ത് നല്ലോണം ഈ മസാലയായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഫ്രൈ ആവുന്നവരെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കക്കയിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നല്ലോണം പിടിച്ച് കിട്ടുള്ളൂ. അപ്പുറത്ത് ഞാൻ ചെമ്മീൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പണിയോട് പണി രാത്രി. ഇനി നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൊത്താണെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് കൊത്തിയെടുക്കാൻ പറ്റിയ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരണ്ടി ചേർക്കുന്നത്. തോരനെന്ന് വിളിക്കാം, കക്ക ഇറച്ചി, കക്ക റോസ്റ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്ക്. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ട് നല്ല റോസ്റ്റായിട്ട് ഇരുന്നോളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ കക്ക റോസ്റ്റിൻ്റെ പണി. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇവിടെ അത്ര മൊരിയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.